എല്ലാ ഗൾഫ് രാജ്യങ്ങളും കൊടും ചൂടിൽ കത്തിയെരിയുമ്പോൾ കോടമഞ്ഞും ചാറ്റൽ മഴയുമായി മനസ്സ് കുളിർപ്പിക്കുന്ന ഒരിടം. ഒമാനിലെ സലാല ഇപ്പോൾ സഞ്ചാരികളുടെ സ്വർഗമാണ്. ഡിസംബറിലെ മൂന്നാറിനെ ഓർമ്മിപ്പിക്കുന്ന മഞ്ഞും കുളിർമഴയും, ശരീരം കുളിർപ്പിക്കുന്ന ഈറൻ കാറ്റ്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കത്തിയെരിയുമ്പോൾ സലാലയ്ക്കിത് കുളിർക്കാലമാണ്. അറേബ്യൻ പെൻസുലയിലെ പച്ച വിരിച്ച പ്രദേശം, ഒമാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണവും ആധുനിക ഒമാന്റെ ശില്പി സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ ജന്മസ്ഥലവുമാണ് സലാല. ഒമാൻ പ്രവിശ്യയായ ദോഫാറിന്റെ ഭരണസിരാ കേന്ദ്രം. അറേബ്യൻ മണലാരണ്യത്തോട് ചേർന്ന് കിടക്കുമ്പോഴും കേരളത്തിന് സമാനമായ മണ്ണും കാലാവസ്ഥയുമാണ് സലാലയിലേത്. തെങ്ങും വാഴയും പേരയ്ക്കയും മാമ്പഴവുമെല്ലാം സമൃദ്ധമായി വിളയുന്ന നാട്. ഗൾഫിലെ കേരളത്തിൽ ഇത് ഖരീഫ് കാലമാണ്. ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും കുളിർക്കാറ്റും വിനോദസഞ്ചാരികളെ വരവേൽക്കുന്ന കാലം. വളരെ നന്നായി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ക്ലൈമറ്റ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാദി ദർബാദൊക്കെ വന്നു കണ്ടു. അവിടെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ നടത്തി. വളരെ നന്നായിരുന്നു. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയാണ് ഒമാനിലെ ഖരീഫ് സീസൺ. തടാകങ്ങളും വാദികളും നിറയും. ഐസുകളും നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെടും. സ്വദേശികളായ ടൂറിസ്റ്റുകൾക്കൊപ്പം UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ ഈ സീസണിലാണ് സലാലയിലെത്തുക. വാദി ദർബാദ്, സീഗ്, മാഗ്നറ്റിക് പോയിന്റ്, മിർബാദ്, ഹാസിക്, മുക്സേൽ ബീച്ച് ഇങ്ങനെ സന്ദർശകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന നിരവധി കാഴ്ചാ കേന്ദ്രങ്ങളുണ്ട്. മസ്കത്തിലാകുമ്പോൾ അത്ര ചൂട്, നല്ല കത്തി നിൽക്കുന്ന ഒരു ചൂടുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചാറ്റൽ മഴയും നല്ലൊരു ക്ലൈമറ്റും കോടയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നതാണ്. അത്രയ്ക്കും അടിപൊളി. അതായത് വന്നതൊരു വർത്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തൽക്കാലം 1 മാസത്തേക്ക് ഇവിടത്തേക്ക് വിസിറ്റിന് വന്നതാണ്. യൂഷ്വലി നമ്മൾ മസ്കത്തിലാണ് താമസമൊക്കെ, പക്ഷേ ഇവിടെ 1 മാസത്തേക്ക് വന്ന് നമ്മളൊരു വെക്കേഷനായിട്ട് വന്നതാണ്. ഖരീഫ് തുടങ്ങുന്നതോടെ സലാല ഉൾപ്പെടുന്ന ദോഫാർ ഗവർണറേറ്റിന് ആഘോഷരാവുകളാണ്. സലാല ടൂറിസം ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത്. 90 ദിവസമാണ് ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുക. മുൻ വർഷങ്ങളിൽ 45 ദിവസമായിരുന്നു ആഘോഷം. ഒമാനി അറബ് കലാകച്ചേരികൾ, ഇന്ത്യൻ സ്ക്വയറിലെ സ്പോർട്സ് ചാലഞ്ച്, ലൈറ്റ് ആൻഡ് ലേസർ ഷോ, പ്രദർശന വിൽപ്പന മേളകൾ, ആഘോഷത്തിനും ഉത്സവ കാഴ്ചകൾക്കും അതിരില്ല. സദാ ഏരിയയിൽ ആദ്യമായി തുടങ്ങിയ റിട്ടേൺ ടു പാസ്റ്റ് രാജ്യത്തിന്റെ കലാ സാംസ്കാരിക കാഴ്ചകളുടെ വേദിയാണ്. സലാലയിലെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വാദി ദർബാദ്. ഇവിടുത്തെ ജബൽ സമ്മാൻ്റെ താഴ്വരയാണ് വാദി ദർബാദ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ ഈ സമയത്ത്, ഈ ഖരീഫ് സീസണിൽ ഈ സലാലയിലെ ഈ വാദി ദർബാത്തിലാണ് വന്നു ചേരുന്നത്. സലാല ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു പ്രതീക്ഷയാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പന്തലിച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളും പച്ചക്കറി തോട്ടങ്ങളും സലാലയിലെ മനോഹര കാഴ്ചകളാണ്. പ്രാദേശിക പഴം പച്ചക്കറി മാർക്കറ്റിൽ ഇവയെല്ലാം സുലഭം. പേരയ്ക്ക, തക്കാളി, പപ്പായ, കരിമ്പ്, ബെറികൾ, അവക്കാഡോ, മുളക്, ചോളം, മധുരക്കിഴങ്ങ്, വഴിയോരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും മലയാളികളുടെ പ്രിയ വിഭവങ്ങൾ. ഇളനീരും ഏത്തപ്പഴവും ഒന്നും വാങ്ങാതെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ തിരിച്ചു പോകില്ല. നമുക്ക് എല്ലാ GCC രാജ്യങ്ങളിലുള്ളവർക്കും വന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും സലാല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും കാണത്തക്കോണം വലിയ കോടൽമഞ്ഞ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എല്ലായിടങ്ങളിലും. അല്പം ചൂടുണ്ടെങ്കിലും സലാലയിലെ മനോഹരമായ ഒരു സ്ഥലങ്ങളിലൊക്കെ പോകാനും കുടുംബങ്ങൾക്കൊക്കെ നന്നായി ആസ്വദിക്കാനും പറ്റിയ. احنا في صلالة، أنا يمنية وأجيت أشوف صلالة عودة الماضي. جو صلالة حلو جميل جدا، ونحن بخريف أمطار، يعني جو عائلي. മികച്ച മുന്നൊരുക്കങ്ങളോടെയാണ് സലാല സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. ദോഫാറിലേക്കുള്ള റോഡുകളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. റോഡ് മാർഗം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ വിലായത്തുകളിലെ സ്റ്റേഷനുകളിൽ ഇന്ധനത്തിന്റെ ലഭ്യതയടക്കം ഉറപ്പാക്കി. റോഡുകളിൽ പട്രോളിംഗും പരിശോധനകളും ശക്തമാക്കി. സഞ്ചാരികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ സ്കൗട്ടുകളും സജീവമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സലാല ഖരീഫ് സീസണായിട്ട് ബന്ധപ്പെട്ട് സലാലയിൽ 2 എന്താ പറയാൻ ആളുകൾക്ക് സന്ദർശിക്കാനും സലാലയുടെ അല്ലെങ്കിൽ ഒമാനിൻ്റെ തനതായ പാരമ്പര്യമായ കലകളും അവരുടെ കരവിരുദ്ധമൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി 2 സ്ഥലങ്ങളാണ് സലാലയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ സാദയിലുള്ള പുതിയ ഈ വർഷം മാത്രം തുടങ്ങിയ കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. ഖരീഫ് സീസണിൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നിരവധി ഒമാൻ്റെ ഗവൺമെൻറ് തന്നെ നിയമിച്ച ഒരുപാട് ആളുകൾ അവരുടെ സുരക്ഷയ്ക്കായും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ വന്നിട്ടുണ്ട്. ഈ സാദാ ഖരീഫ് ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇതിൻ്റെ സ്കൗട്ടിംഗ് ടീമുണ്ട്. അത് സംസാരിക്കും. في ناس كثير من برا كويت وشهم قطر بحرين واجد ناس بيجي مني وهذا مني في قول عودة الماضي بيجي ناس كثير اليوم في فرقة من توفيق في سودان سعماني في فرقة ثانية وفي كوفي شوب في واجد أشياء مني. വിനോദസഞ്ചാരത്തിനൊപ്പം ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാനുള്ള ഇടങ്ങളുമുണ്ട് ദോഫാറിൽ. വിശുദ്ധ പ്രവാചകരുടെയും ചേരമാൻ പെരുമാൾ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെയും ഖബറിടങ്ങളാണ് ഇതിൽ പ്രധാനം. ചേരമാൻ പെരുമാൾ അഥവാ താജുദ്ദീന്റെ ഖബർ സന്ദർശിച്ചാണ് മലയാളികളിൽ പലരും വിനോദയാത്ര തുടങ്ങുക. അയ്യൂബ് നബിയുടെയും ഹൂദ് നബിയുടെയും ഇമ്രാൻ നബിയുടെയും സ്വാലിഹ് നബിയുടെയും ജീവചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഖബറിടങ്ങളുമാണ് മറ്റു പ്രധാന കേന്ദ്രങ്ങൾ. അടിമകളെ മോചിപ്പിക്കാൻ പ്രയത്നിച്ച അയ്യൂബ് നബിക്ക് താൻ ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ കൂടെ ഒരു ദരിദ്രനും കൂടി ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സലാലയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് അയ്യൂബ് നബിയുടെ ഖബറിടവും ദൈവകൽപ്പന പ്രകാരം കുളിച്ച കുളവുമെല്ലാം. ഇതെല്ലാം കാണാൻ നിരവധി പേർ ഇവിടെയെത്തും. സലാലയിലേക്കുള്ള യാത്ര കുളിരും കാഴ്ചകളും തേടിയുള്ള കേവലം ഉല്ലാസയാത്ര മാത്രമല്ല, ചരിത്രവും സംസ്കാരവും അടുത്തറിയാനുള്ള സഞ്ചാരം കൂടിയാണ്.